A very good morning to all. Today we are going to discuss about the topic control systems in fermentation. So in this class we will discuss about how can we monitor and control various parameters in a fermenter like pH, temperature, aeration, agitation, etc. So why is it necessary to control parameters in a fermentation? It is very essential to control the parameters in a fermentation because the success of a fermentation depends upon the existence of the defined environmental condition for product formation like temperature, pH, degree of agitation, oxygen concentration and other factors which have to be kept constant. So you know the microorganisms in order to grow and obtain maximum production should be grown in optimal temperature, pH, etc. So in order to obtain the maximum product from a microorganism, it should be grown under its optimum temperature, pH, etc. So it is very important to maintain this parameter, or it is very important to control this parameter because the success of a fermentation depends upon the existence of the defined environmental condition or the control of the given conditions. So various types of parameter which has to be controlled in fermentation are temperature, pH, degree of agitation, oxygen concentration, etc. So it requires periodic monitoring of the fermentation so that a deviation from the specified optimum might be corrected by a control system. So if you find that there occurs a deviation from the specified value of a specific temperature, pH, etc., you can correct it with the help of a control system. So it is very essential to monitor the various parameters of a fermenter, and if you find any deviation from these parameters, you have to correct it with the help of a control system. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെർമെൻറ്റേഷൻസിലെ കൺട്രോൾ സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ ഫെർമെൻറ്ററിലുള്ള കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒപ്റ്റിമം pHഉം ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, അതായത് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ട കണ്ടീഷൻസ് നമ്മൾ ഫെർമെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഫെർമെൻറ്ററിലെ എല്ലാ കണ്ടീഷൻസും pHഉം ടെമ്പറേച്ചറും ഒക്കെ ഒപ്റ്റിമം ആയാൽ മാത്രമേ മാക്സിമം ഗ്രോത്ത് ഉണ്ടാവും, മൈക്രോ ഓർഗാനിസത്തിൻ്റെ മാക്സിമം ഗ്രോത്ത് ഉണ്ടായി മാക്സിമം പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പാരാമീറ്റേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫെർമെൻറ്റേഷൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ഈ എൻവയറമെൻറ്റൽ കണ്ടീഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ കൺട്രോൾ മോണിറ്റർ ചെയ്യണം? ടെമ്പറേച്ചർ, pH, അതായത് ആ ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ മീഡിയൻ്റെ pH, പിന്നെ എയറേഷൻ, അജിറ്റേഷൻ, ഇങ്ങനെ പല ഫാക്ടേഴ്സും നമ്മൾ മോണിറ്റർ ചെയ്യും, അതായത് മെഷർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, മാക്സിമം പ്രൊഡക്ഷൻ കിട്ടൂ. ഇപ്പോൾ നമ്മൾ ആ ഫെർമെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ അടുത്ത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയ ആണെന്നെങ്കിൽ ആ ബാക്ടീരിയൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഫെർമെൻറ്ററിൽ സെറ്റ് ചെയ്ത് വെക്കുക 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഒപ്റ്റിമമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ 37 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണോ ടെമ്പറേച്ചർ നിൽക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മെഷർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് മാറി അത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടൊക്കെ കുറയുമ്പോൾ, അതായത് ആ ഒപ്റ്റിമം വാല്യൂവിന് മാറ്റം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആ ഒരു മാറ്റത്തെ നമ്മൾ എന്ത് ചെയ്യും,
ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കൺട്രോൾ സിസ്റ്റം എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺട്രോൾ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫെർമെൻറ്റേഷൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. ഫോർ ദി സക്സസ് ഓഫ് എ ഫെർമെൻറ്റേഷൻ, ദി കൺട്രോൾ സിസ്റ്റം or the monitoring of the environmental parameters is very essential. What are the different types of control system? ഇപ്പോൾ എന്തൊക്കെ കൺട്രോൾ സിസ്റ്റംസ് ആണുള്ളത്? pHൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഓക്സിജൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, എയറേഷൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അജിറ്റേഷൻ്റെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്കറിയാം, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനും പിന്നെ അതിൻ്റെ പ്രോഡക്റ്റ് ഫോർമേഷനൊക്കെ അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറും pH ഒക്കെ വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടി മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടെമ്പറേച്ചർ pH പോലത്തെ പാരാമീറ്റേഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുകയോ മോണിറ്റർ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല അത് ആ ഒരു സ്പെസിഫിക് വാല്യൂവിലാണ് നമ്മളത് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം വാല്യൂവിലാണ് നമ്മൾ ആ ഫെർമെൻറ്ററിനെ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഫെർമെൻറ്റർ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ വരുമ്പോൾ നമ്മുടെ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. So there are different types of control systems. There are control systems for pH, temperature, sterilization, aeration, agitation, foam, and control of, and there is also computer applications. So the different types of control systems in a fermenter includes control of pH, temperature, sterilization, aeration, agitation, foam, computer application. So what are the different types of control systems available in the fermenter? അപ്പോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ആണ് ഒരു ഫെർമെൻറ്ററിന് ഉണ്ടാകുക? ഒന്ന് pHനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം, ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം, സ്റ്റെറിലൈസേഷനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും, എയറേഷനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും, അജിറ്റേഷനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും, ഫോമിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും, പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള കൺട്രോൾ, അതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫെർമെൻറ്ററിലുള്ള കൺട്രോൾ സിസ്റ്റങ്ങൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറിൻ്റെയും pHൻ്റെയും കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി control and monitoring of temperature. So a temperature in a vessel or pipe is one of the most important parameters to monitor and control. So you know, in order to obtain the maximum production, you have to provide optimum temperature for the growth and production for the microorganisms. So the temperature of a vessel or a pipe is a most important parameter to monitor and control. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറിൻ്റെയും pHൻ്റെയും മോണിറ്ററിങ് കൺട്രോളും ആണ്. അപ്പോൾ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വെസലിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയൻ്റെ ടെമ്പറേച്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും എന്തുണ്ട്? ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് എല്ലാ മൈക്രോ ഓർഗാനിസവും ഗ്രോ ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് തരിക. അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മാത്രമല്ല ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിന് മാറുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ മെഷർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ മെഷർ ചെയ്താൽ മാത്രമേ, കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ 24 hours അല്ലെങ്കിൽ ആ ഫെർമെൻറ്റേഷൻ കഴിയുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് വന്നാൽ അത് പ്രോഡക്റ്റിൻ്റെ ഫോർമേഷൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ആ ഡിഫറൻസിനെ നമ്മൾ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. സോ യൂഷ്വലി അവർ ബോഡി ടെമ്പറേച്ചർ, ഹൗ ക്യാൻ വി യൂഷ്വലി മെഷർ അവർ ബോഡി ടെമ്പറേച്ചർ? So whenever there occurs a change in the body temperature, how will you measure your body temperature? Usually we use thermometers for the measuring of our body temperature. അപ്പോൾ നിങ്ങളുടെ
ശരീരത്തിന് എന്തെങ്കിലും ചൂട്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പനി വരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു പനി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് നിങ്ങളെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുക? ഇപ്പോൾ ഡോക്ടർ എന്താണ് നിങ്ങളുടെ നാവിൻ്റെ അടിയിൽ വെക്കുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്? തെർമോമീറ്ററാണ് വെക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് പറ്റിയ ഒപ്റ്റിമം ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എന്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത്? തെർമോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് തെർമോമീറ്റർ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. So the first type of thermometer is the mercury in glass thermometer. So as the name defines, it consists of mercury as the indicator liquid, and it is made up of glass. So as it is made up of glass, it is very fragile and it breaks easily, and it can be used only in the case of small bench fermenters. You know how much big is the mercury in glass thermometer. So it is very small, so it can be only used for small bench fermenters. As it is made up of glass, it is very fragile. As you know, glass will broke up very easily. As it is made up of glass, the mercury in glass thermometer breaks very easily and they are very fragile. അപ്പം നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, മോണിറ്റർ ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ തന്നെയാണ് ഫെർമെൻറ്റേഷൻ്റെ കേസിൽ. അപ്പോൾ നമ്മുടെ യൂഷ്വലി നമ്മൾ ബോഡി ടെമ്പറേച്ചറൊക്കെ ചേഞ്ച് വരുന്നത് മെഷർ ചെയ്യുക എന്തുകൊണ്ടാണ്? തെർമോമീറ്റർ കൊണ്ടാണ്. അപ്പോൾ അതേ തെർമോമീറ്റർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചറും മീഡിയൻ്റെ ടെമ്പറേച്ചറും ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ പല വിധത്തിലുള്ള തെർമോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ തെർമോമീറ്ററാണ് മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ മെർക്കുറി ഇൻ ഗ്ലാസ്. അപ്പോൾ അതിൽ ഉള്ള ലിക്വിഡ് മെർക്കുറി ആയിരിക്കും. അതുണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. അപ്പോൾ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്ററാണ് നമ്മളെ ഡോക്ടറെ അടുത്തൊക്കെ കാണുന്ന തെർമോമീറ്റർ, അല്ലെങ്കിൽ ഓർഡിനറി തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്ററാണ് നമ്മളെ ഡോക്ടറെ അടുത്തും നമ്മുടെ കയ്യിലൊക്കെയുള്ള ഓർഡിനറി തെർമോമീറ്റർ. ഇപ്പോൾ ഗ്ലാസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്ററാണ്. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് ഇത് ഫ്രജൈലാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ വലിപ്പം ചെറുതാണ്. ഇപ്പോൾ ചെറിയ തെർമോമീറ്റർ അല്ലേ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ, അതിന് എത്രത്തോളം വലിപ്പം ഉണ്ടാവും? അതിൻ്റെ നീളമൊക്കെ കുറവല്ലേ. അപ്പോൾ അത് ചെറിയ ഫെർമെൻറ്റേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ബെഞ്ച് ഫെർമെൻറ്റേഴ്സിനെ അത് യൂസ് ചെയ്യാൻ പറ്റും. So the second type of thermometer is the electrical resistant thermometer. So it is based on as the name suggests, electrical resistant thermometer. It is based on the principle that the electrical resistance changes with the temperature variation. So the electrical resistant thermometer is based on the electrical resistance, and its principle is that whenever there occurs a change in the temperature, the electrical resistance changes. Its component is a bulb, which is resistant element like mica or ceramic, around which sensing element, that is platinum wire, is wound. So the principle of electrical resistant thermometer is that whenever there occurs a change in temperature, there occurs a change in electrical resistance. So you can measure the temperature by measuring the electrical resistance. So its component consists of, it is made up of a bulb. ഇപ്പോൾ നമ്മൾ pH മീറ്ററൊക്കെ പഠിച്ചതല്ലേ, അപ്പോൾ ആ pH മീറ്ററിൻ്റെ ഒരു ഇലക്ട്രോഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ it consists of a bulb which is made up of mica or ceramic, and around it is wound by a sensing element like a platinum wire. അപ്പോൾ ഒരു ബൾബ് ഉണ്ടാവും. ആ ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്ക ഓർ സെറാമിക് കൊണ്ടായിരിക്കും. ആ ബൾബിനെ ചുറ്റിക്കൊണ്ട് എന്തുണ്ട്? ഒരു പ്ലാറ്റിനം വയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെൻസിങ് വയർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഒരു ബൾബ് ഉണ്ടാവും. ആ ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്ലാറ്റിനം അല്ല മൈക്ക അല്ലെങ്കിൽ സെറാമിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബൾബ് ഉണ്ടാവും.
അതിനെ ചുറ്റിക്കൊണ്ട് ഒരു പ്ലാറ്റിനം വയർ ഉണ്ടാവും. ആ പ്ലാറ്റിനം വയറാണ് അതിൻ്റെ സെൻസിങ് എലമെൻറ്റ്. ഇപ്പോൾ ഒരു ഇതുപോലെ തന്നെയല്ലേ pH മീറ്ററിൻ്റെ ഇലക്ട്രോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ pH മീറ്ററിൻ്റെ ഒരു ഇലക്ട്രോഡ് അങ്ങനെയാണ്, ഒരു ബൾബ് ഉണ്ടാവും, ആ ബൾബിന് ചുറ്റും ഒരു വയർ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ഒരു ബൾബ് ഉണ്ടാവും, പ്ലാറ്റിനം അല്ലെങ്കിൽ മൈക്ക ഓർ സെറാമിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബൾബ് ഉണ്ടാവും, അതിനെ ചുറ്റിക്കൊണ്ട് ഒരു പ്ലാറ്റിനം വയർ ഉണ്ടാവും. ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ദാറ്റ് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു വെരി സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ചസ്. അപ്പോൾ ചെറിയ ടെമ്പറേച്ചർ ചേഞ്ച് പോലും നമുക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് തെർമോമീറ്ററാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ. അപ്പോൾ പേര് തന്നെ ഉണ്ട്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് മാറുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ടെമ്പറേച്ചർ മാറി എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു ബൾബാണ്. ആ ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്ക അല്ലെങ്കിൽ സെറാമിക് കൊണ്ടായിരിക്കും. അതിനെ ചുറ്റിക്കൊണ്ട് ഒരു പ്ലാറ്റിനം വയർ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിനെ സെൻസ് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചെറിയ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് ഈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ കയ്യിലൊക്കെയുള്ള തെർമോമീറ്റർ. ഇതാണ് ഓർഡിനറി തെർമോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറിൻ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ബൾബാണ്. ആ ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്ക അല്ലെങ്കിൽ സെറാമിക് കൊണ്ടാണ്. അതിനെ ചുറ്റിക്കൊണ്ടൊരു വയർ കാണുന്നില്ല, ആ വയറാണ് പ്ലാറ്റിനം വയർ. ദി തേർഡ് ടൈപ്പ് ഓഫ് thermometer is the thermistors. These are the semiconductors made up of specific mixtures of pure oxides of iron, nickel and other material. The thermistors are made up of which type of material? The thermistors are made up of semiconductors such as mixture of iron, nickel and other material. The main characteristic is that a large change in resistance with small change in temperature. As same as it is its working principle is same as that of the electrical resistant thermometer. As the electrical resistant thermometer, it shows a large change in resistance even with a small change in temperature. The advantage is that it is cheap, very stable and highly reproducible reading. ഇപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ആണ് തെർമിസ്റ്റേഴ്സ്. അപ്പോൾ തെർമിസ്റ്റേഴ്സ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തെർമിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് കൊണ്ടാണ് തെർമിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തെർമിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? സെമി കണ്ടക്ടേഴ്സ് കൊണ്ടാണ്. അതായത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ്, നിക്കിൾ എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്ററിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് തെർമിസ്റ്റേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്ററിന് എന്തായിരുന്നു വർക്കിംഗ് പ്രിൻസിപ്പിൾ? അതായത് ടെമ്പറേച്ചർ മാറുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മാറും. അത് തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് തെർമിസ്റ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? തെർമിസ്റ്റേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്ററിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അതായത് ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മാറും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ചീപ്പാണ്, വെരി സ്റ്റേബിളാണ്, ഹൈലി റീപ്രൊഡ്യൂസിബിളാണ്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ എങ്ങനെ നമുക്ക് നടത്താം? ഇതുവരെ നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ മെഷറിംഗ് ആണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? തെർമോമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇപ്പം 3 ടൈപ്പ് തെർമോമീറ്റർ നമ്മൾ പറഞ്ഞു. അതാണ് മെർക്കുറിൻ ഗ്ലാസ് തെർമോമീറ്റർ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ, പിന്നെ തെർമിസ്റ്റേഴ്സ്. അപ്പോൾ ഈ 3 വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്തത്. അപ്പോൾ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? ദി ടെമ്പറേച്ചർ ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് ഹീറ്റിംഗ് ഓർ കൂളിംഗ് ജാക്കറ്റ്. അപ്പോൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് ജാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീറ്റിംഗ് ഓർ കൂളിംഗ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കുപ്പായത്തിന് പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് പുറത്ത് ഇടുന്ന വേറൊരു കോട്ട് പോലത്തെ ഒരു സംഭവമാണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഫെർമെൻറ്റർ ഞാൻ എടുത്താണല്ലോ. അപ്പോൾ ഫെർമെൻറ്ററിൻ്റെ വാളിൻ്റെ പുറത്ത് എന്തുണ്ടാവും? ഒരു എക്സ്ട്രാ ലെയർ ഉണ്ടാവും. അതിനെയാണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ പുറത്ത് നിങ്ങൾ ഇടുന്ന എക്സ്ട്രാ കോട്ടാണ് നിങ്ങളുടെ ജാക്കറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഫെർമെൻറ്ററിൻ്റെ വാളിന് പുറത്ത് വരുന്ന ഒരു എക്സ്ട്രാ ലെയറാണ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ
കോട്ടിംഗ് ആണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കൂളിംഗ് ജാക്കറ്റ് എന്താണ്, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ്. ഇപ്പോൾ സപ്പോസ് ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചർ ഹൈ ആണ്. ഇപ്പം നമുക്ക് വേണ്ട ടെമ്പറേച്ചർ 37°C ആണ്, പക്ഷെ മെഷർ ചെയ്തപ്പോൾ ടെമ്പറേച്ചർ 50 ആണ്. അപ്പോൾ നമ്മളെങ്ങനെ ടെമ്പറേച്ചർ കുറയ്ക്കും, നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് കൂളിംഗ് ജാക്കറ്റിലൂടെ സർക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫെർമെൻറ്ററിൻ്റെ വാളിന് ചുറ്റുമുള്ള ഒരു ലെയറാണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തണുത്ത വെള്ളം സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അതാണ് കൂളിംഗ് ജാക്കറ്റ്. ഇപ്പോൾ ഫെർമെൻറ്ററിൻ്റെ നമുക്ക് കിട്ടേണ്ട ടെമ്പറേച്ചർ 37 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ 20 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളെങ്ങനെ ടെമ്പറേച്ചർ കൂട്ടും, ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ചൂടുവെള്ളം സർക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഫെർമെൻറ്ററിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ വെച്ചിട്ടാണ്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ജാക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ കോൾഡ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യും. അപ്പം ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കോൾഡ് വാട്ടർ കൂളിംഗ് ജാക്കറ്റിൽ കൂടി സർക്കുലേറ്റ് ചെയ്യും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി ഹോട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ടെമ്പറേച്ചറിൻ്റെ മോണിറ്ററിങ് തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, ജാക്കറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ ജാക്കറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The next type of control is the control and monitoring of pH. As you all know, like temperature, the microorganism requires optimum pH for the growth and maximum production. So a rapid change in the pH can be reduced by the careful design of media, incorporation of buffers, and by batch feeding. So what are the factors that causes the rapid change in pH? The pH change mainly occurs due to the media, which can be corrected by incorporation of buffers or by batch feeding. So if the pH become too acidic, we can add bases like ammonia or NaOH to reduce the acidity. If the pH becomes too alkaline, you can add the acids like sulfuric acid to reduce the alkaline nature of the media. So the pH meter can be done using a combined glass reference electrode or pH meter, which you are already studied in biochemistry. So like temperature, the pH is very important factor for which affects the production of a product. So like the microorganism, like they require optimum pH temperature for their production, they also require optimum pH for their maximum productivity. So there occurs a change in pH which occurs by the design, the media design, which can be reduced by carefully designing the media. By using buffer, you can reduce the pH changes. By batch feeding, you can reduce the pH changes. So whenever the pH become alkaline, you can use acid like sulfuric acid to reduce the alkalinity. If the pH become acidic, you can use the base like ammonia or NaOH to make it acidic, to reduce the acidity. So the pH is measured using a pH meter or combined glass reference electrode. അപ്പോൾ ടെമ്പറേച്ചർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് pH. അപ്പോൾ pHലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെയും അതുവഴി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒപ്റ്റിമം pH മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ pHനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ മീഡിയ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുക. പിന്നെ ബഫേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് pHനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാച്ച് ഫീഡിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, pHനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ pH അസിഡിക് ആയി കഴിഞ്ഞാൽ, അതായത് pH അസിഡിക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് ആഡ് ചെയ്തുകൊണ്ട് അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ pH അസിഡിക് ആയി കഴിഞ്ഞാൽ നമുക്ക് അമോണിയ പോലെയുള്ള ബേസസ് ആഡ് ചെയ്തിട്ട് അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. pH ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ട് നമുക്കല്ലെങ്കിൽ അതുപോലത്തെ ആസിഡ്സ് ഉപയോഗിച്ചിട്ട് ബേസിസിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റി കുറയ്ക്കാൻ പറ്റും. pH മെഷർ ചെയ്യുന്നത് pH മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇനി pHനെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക,
പി എച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ എങ്ങനെയാണ്? അപ്പോൾ എന്തെങ്കിലും ഒരു പി എച്ച് ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ സ്റ്റോർ ചെയ്ത കണ്ടെയ്നറിൻ്റെ വാൾവ് ഓപ്പൺ ആകും. അപ്പോൾ പി എച്ച് കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പി എച്ച് അസിഡിക് ആകുകയാണ് ചെയ്യുന്നതെങ്കിൽ ആൽക്കലൈൻ്റെ വാൾവാണ് ഓൺ ആകുക. അപ്പോൾ ആൽക്കലൈൻ റിലീസ് ചെയ്യും മീഡിയയിലേക്ക്. അതേസമയം മീഡിയ അസിഡിക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മീഡിയ ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ ആസിഡിൻ്റെ വാൾവാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആസിഡ് മീഡിയയിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പി എച്ചിനെ കൺട്രോൾ ചെയ്യുക? അപ്പോൾ പി എച്ച് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് ഓൺ ആൻഡ് ഓഫ് മോഡിലാണ്. അപ്പോൾ പി എച്ചിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ എന്ത് ചെയ്യും? വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ വാൾവ് ഓപ്പൺ ആകുമ്പോൾ ഐദർ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലിയാണ് റിലീസ് ചെയ്യുക. അപ്പോൾ ഫെർമെൻറ്ററിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആസിഡ് ബേസ് റിസർവോയർ എന്ന് പറഞ്ഞൊരു കോമ്പോണൻ്റ് ഉണ്ടായിരുന്നു ഫെർമെൻറ്ററിന്. അപ്പോൾ അതിൽ ആസിഡോ ബേസോ ആണ് ഉണ്ടാകുക. അപ്പോൾ പി എച്ച് മാറുന്നതനുസരിച്ച് ഈ ആസിഡ് ബേസ് റിസർവോയറിൽ ആസിഡോ ബേസോ റിലീസ് ചെയ്തിട്ട് പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ പി എച്ച് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പി എച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ആസിഡ് ബേസ് റിസർവോയർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ആസിഡ് ബേസ് റിസർവോയറിൻ്റെ വാൾവ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക? പി എച്ചിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് ഈ ആസിഡ് ബേസ് റിസർവോയറിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്യുക. ഈ ആസിഡ് ബേസ് റിസർവോയറിൽ എന്താണുള്ളത്? ആസിഡോ അല്ലെങ്കിൽ ബേസ് ആണോ ഉണ്ടാകുക? അപ്പോൾ ഈ ആസിഡ് ബേസ് റിസർവോയർ ഓപ്പൺ ആകുക പി എച്ചിൽ മാറ്റം വരുമ്പോഴാണ്. അപ്പോൾ ആസിഡോ അല്ലെങ്കിൽ ബേസോ റിലീസ് ചെയ്തിട്ട് പി എച്ച് കൺട്രോൾ ചെയ്യും. ഇതാണ് കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ് ഓഫ് പി എച്ച് ആൻഡ് ടെമ്പറേച്ചർ. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പാരാമീറ്റേഴ്സിൻ്റെ കൺട്രോൾ ഡിസ്കസ് ചെയ്യാം.